ഏതാ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റണ്ട് ഷോയ്ക്ക് വന്നേക്കാണ്. അപ്പോൾ സ്റ്റണ്ട് ഷോയ്ക്ക് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ കാർ മീറ്റ് നടക്കുന്നുണ്ടെന്ന്. അപ്പം റെയർ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏതൊക്കെ വണ്ടി എന്നൊക്കെ ചുമ്മാ നോക്കാം. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് പോളോ GTI 6R കിടക്കുന്നത്. 6R അല്ല, ഇത് 6 വേരിയൻ്റ് വരുന്നതാണ്. എൻ്റെ വണ്ടിയുടെ സെയിം മോഡൽ തന്നെ. ഇവിടെ ക്ലിയോ, പിന്നെ കുപ്രയുടെ 2 ടൈപ്പ് ഉണ്ട്. കുപ്രയുടെ 2 ടൈപ്പ് കിടപ്പുണ്ട്. പിന്നെ M2 ഇവിടെ കിടപ്പുണ്ടാവും. വിഷയം ഇതിട്ടാനും ഗോൾഫ് GTI ഇവിടെ കിടപ്പുണ്ട്. കിടിലം കളർ അലോയ് കിടിലമായിട്ട് പണിതുണ്ട്. ഭയങ്കര നീറ്റ് കളറും കിടിലം വിഷയം. എക്സോസ്റ്റ് ബാക്ക് സൈഡ് നോക്കിയില്ല. ബാക്ക് സൈഡ് നോക്കുവാണെങ്കിലും വെൽ ക്ലീൻഡ് ആയിട്ടാണ്. M2 വരുമ്പോഴത്തേന് ഇവിടെ ഡിഫ്യൂസറെല്ലാം കാർബൺ ഫൈബർ. എക്സോസ്റ്റ് ടിപ്പും കാർബൺ ഫൈബർ. മാൻ ഇപ്പുറത്തത് തൊട്ട് ക്ലിയോ കിടപ്പുണ്ട്. ക്ലിയോ RS വിഷയം. നല്ല കളറ് കിടിലായിട്ടാണ് പണിതിട്ടേക്കുന്നത്. നല്ല കിറ്റൊക്കെ ചെയ്തിട്ട് വീൽസും കിറ്റെല്ലാം കിട്ടെല്ലാം വിഷയം കിറ്റ്. നല്ല ഭയങ്കര കളറും ഇതും കൂടെ നല്ലതായിട്ട് എന്താണ് പറയുന്നത്, മാച്ചിങ് ആണ്. ഇപ്പുറത്തെ M2 കിറ്റെല്ലാമായിട്ട് പണിതിട്ടുണ്ട്. M2 നല്ല കിറ്റൊക്കെ വൈറ്റ് ബോഡി കിറ്റൊക്കെ എല്ലാം അടിച്ച് സെറ്റായിട്ട് വാ വിഷയം സാധനം. ഇപ്പുറത്ത് വരുമ്പോഴത്തേന് ആൽഫേൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ട്, മസ്താങ്. ഫസ്റ്റ് ഞാൻ വിചാരിച്ച് ഷെൽബിയാന്ന് വിചാരിച്ചു, ബട്ട് ഇത് എന്തോ അതൊരു പിടുത്തം കിട്ടുന്നില്ല. 5 ലിറ്റർ ആണ്. GTR അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലൈക്ക് കാശ് ഉണ്ടെന്ന് അറിഞ്ഞില്ല. അൺഎക്സ്പെക്റ്റഡ് ആണ് ഭയങ്കര. എന്തായാലും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പുറത്തെ ഒരു സാധനം കിടപ്പുണ്ട്, റോഡ് ചാർജർ. കിട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ട് ഇരിക്കുന്നത്. കളറായാലും ഫുള്ള് വേറൊരു വണ്ടിയും കണ്ടില്ല ഇങ്ങനെ ഈ ഒരു കളറിൽ. ഇപ്പുറത്ത് ബംബിൾ ബി കിടപ്പുണ്ട്. ക്യാമറ കിടപ്പുണ്ട്. ക്യാമറയുടെ വീല് സീൻ കേട്ടോ, സീൻ വീല്. റാപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. കിട്ടില്ലാം റാപ്പിങ്. വാവ്, നൈസ്. ഫിഷായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്റ്റണ്ട് നടക്കുന്ന സൈഡിലോട്ട് പോവാം. ശരി, ഇവിടെയാണ് അപ്പുറ സൈഡിലാണ് സ്റ്റണ്ട് നടക്കുന്നത്. ഇവിടെ നോർമൽ കാറാണ്. എൻ്റെ ഇടയ്ക്ക് 350i 335i എല്ലാം കിടപ്പുണ്ട്. നമുക്ക് സൈഡിലോട്ട് പോയി നോക്കാം. തന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണിത്. നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി പുറത്ത് വരുമ്പോഴത്തേനും കൺവേർട്ടബിൾ ബീം കിടപ്പുണ്ട്. 330i 35 ആണ് കൺവേർട്ടബിൾ. വേറൊരു കൺവേർട്ടബിൾ 350Z കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്തൊരു സർപ്രൈസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇതിൻ്റെ അകത്ത് ഞാൻ കയറ്റിയിട്ടുള്ളതെന്നാണ്. ഞാൻ കാണിച്ചു തരാം. ഒരു കോട്ട കിടപ്പുണ്ട്. A4 ഇതൊന്നുമില്ല. GT ആണ്. ഇനി അങ്ങോട്ടെല്ലാം ഫുള്ള് GTIയും GT കിടപ്പുണ്ട്. ഫുള്ള് ഈ സെക്ഷൻ ഫുള്ള് GTI എല്ലാം വരുന്നത്. ഈ സൈഡ് വരുമ്പോഴും GT ആണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പം നമ്മുടെ വണ്ടി എന്തായാലും പണിയാൻ തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും വീൽസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്, പിന്നെ കിറ്റ് അടിക്കുന്നുണ്ട്, പിന്നെ എയർ ചെയ്യുന്നുണ്ട്. കുറച്ച് പരിപാടിയുണ്ട്.
അത് കഴിഞ്ഞിട്ട് റാപ്പിങ്ങിൻ്റെ കാര്യമൊക്കെ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വെളിയിലിടാൻ പോയപ്പോഴാണ് ആൾ പറഞ്ഞത് അകത്തോട്ട് കയറ്റാനെന്ന് പറഞ്ഞത്. ഇപ്പുറത്തും ജി ടി ഐ കിടപ്പുണ്ട്. ഫുള്ള് ജി ടി ഐ എന്ന് പറഞ്ഞാൽ ഫുള്ള് ജി ടി ഐ. ഇത് ഗോൾഫും പോളോ ആണ്. ഇത് ഫുള്ള് ഗോൾഫാണ് കിടക്കുന്നത് ജി ടി ഐ. പക്ഷേ ഇതാകുമ്പോഴത്തേന് സീൻസ് ആണ് കിടക്കുന്നത്. CS ആണ് ഗോൾഫിൻ്റെ ന്യൂ മോഡൽ 2024. വിഷായിട്ടുണ്ട്. പഴയ 2004 ജി ടി ആണ്. വരുമ്പോഴത്തേന് ടി RS. ഇവിടെ ഒരു സാധനം കിടപ്പുണ്ട്. ഇത് 550, അതായത് 550D ആണ് ഇത് കിടക്കുന്നത്. 550D കൂപ്പേ കിട്ടില്ല. മീൻസ് ബാക്ക് സൈഡ് ആയാലും കിട്ടില്ല വിഷയം. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേന് ബൈക്സ് ആണ് വന്നേക്കുന്നത്. ഈ സൈഡ് ഫുള്ള് വന്നേക്കുന്നത് CBRൻ്റെ കുറേ റെയർ സാധനങ്ങളുണ്ട്. ലൈക്ക് കവാസാക്കി ZX 10R, പിന്നെ S1000. ഇത് ഏതാ വണ്ടി? ഓക്കെ, ഇവരെല്ലാം അഴിപ്പുണ്ട്. പിന്നെ സ്ട്രീറ്റ് ഫൈറ്റർ RS സ്ട്രീറ്റ് ഫൈറ്റർ. ഇപ്പുറത്തെ സാധനം ഇരിപ്പുണ്ടേ. ഇത് 390 അല്ല, കാണുമ്പോൾ 390 എന്ന് തോന്നുന്നു, പക്ഷേ ഇത് 1290 ആണ്. ഇപ്പുറത്തെ BMW ഇരിപ്പുണ്ട്. തന്നെ ട്രയംഫ് ഇട്ടിരിപ്പുണ്ട്. ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേന് യമഹൻ്റെ ആണ്. ഈ സൈഡ് കവാസാക്കി യമഹ GX. പിന്നെ C900 അവിടെ ഇരിപ്പുണ്ട്. ഏതായാലും അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. ഇങ്ങനെ കാശൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഒരുമാതിരി എല്ലാം കാശും വന്ന്. ഇപ്പം GTR ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു, R34. ഇപ്പം അത് കാണുന്നില്ല, വെളിയിൽ പോയത്. ഇപ്പം തിരിച്ചെന്തായാലും വരും. കുപ്രയുടെ കളിയാണ് ഫുള്ള്. ഇവിടെ ഒരു ഗോൾഫ് GTR കിടപ്പുണ്ട്. കൺവേർട്ടബിൾ പഴയ മോഡല്. പിന്നെ വണ്ടിയൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. പഴയ ഓടിച്ചിട്ട് 2004 ഓടിച്ചിട്ടാണ് വരുന്നത്. വീണ്ടും ഒരു കുപ്രേൻ്റെ ഈ ഒരു മോഡല് റെയറാണ്. നമ്മൾ വേറെ കാർ മീറ്റിംഗ്സിന് പോയപ്പോഴും ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. ഭയങ്കര റെയറാണ് പണിതുകൊണ്ട് കിടക്കുന്നത്. പണിത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ. ഇതതിൻ്റെ താഴത്തെ മോഡലാണ്. അതും കുപ്രാനാണ്. കുപ്രാൻ്റെ ഓരോ വേറെ എനിക്കറിയില്ല കറക്റ്റ് അത്. എന്തായാലും അവിടോട്ട് പോയി നോക്കാം. എന്തായാലും വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഇപ്പം നിറച്ചാണ്. റബ്ബിങ് പരിപാടി ഇല്ല ഇന്ന്. എന്തായാലും നമ്മൾ
സെറ്റാക്ക്. ഇച്ചിരി ടൈം ആയി കഴിഞ്ഞിട്ട് എന്തായാലും അങ്ങോട്ട് പോകാം. എന്തായാലും തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും വീണ്ടും കുറച്ച് കാഴ്സൊക്കെ വന്നിട്ടുണ്ട്. GTI മസ്ത, പഴയ മസ്തയുണ്ട്, പുത്ത മസ്തയുണ്ട്. സെറ്റ് ഡിഫറൻസ് ഉണ്ടോ? ഇപ്പോൾ എന്നാലും ഇതൊന്നുകൂടെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്ന മസ്ത. ഭയങ്കര ഷേപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് വന്നപ്പോൾ പിന്നൊരു 330i വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് ഒരു അപ്പം ഇനി അകത്ത് കുറച്ച് പരിപാടി നടക്കുന്നുണ്ട്. അപ്പം നമുക്കിനി അകത്തോട്ട് പോകണം. അപ്പം അത് ഈച്ച് കഴിയുമ്പോഴേ തുടങ്ങത്തുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും അകത്തോട്ട് പോകാം. അപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞ് എന്തായാലും സൂപ്പറായിരുന്നു. എന്തായാലും എനിക്ക് സ്റ്റണ്ട് മിസ്സായിപ്പോയി ബൈക്സിൻ്റെ. അപ്പോൾ ഞാൻ കാരണം വെളിയിൽ നിൽക്കുമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല അകത്ത് നടക്കുന്നത്. അപ്പോൾ അത് എന്തായാലും അടുത്ത നാളെ ഒരു മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിനെന്തായാലും പോകുന്നുണ്ട്. അപ്പം നോക്കാം. അപ്പോൾ എല്ലാവരും തിരിച്ചു പോവാണ്, കാരണം ഇവിടെ ഇപ്പം നല്ല ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോകുന്നിപ്പം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.